ഹായ്! വെൽക്കം ടു ക്രാക്ക് വൺ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പുതിയൊരു ടോപ്പിക്കാണ്. നമുക്ക് ദേവസ്വം ബോർഡിനാണെങ്കിലും ഇനി വരാൻ പോകുന്ന PSC എക്സാമുകൾക്കാണെങ്കിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കലകൾ, സാഹിത്യം എന്നൊക്കെ പറയുന്നത്. കല, സാംസ്കാരിക സാഹിത്യം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് 10th ലെവലിലൊക്കെ ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് മൊത്തം എല്ലാം കൂടെ 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. കല, സാഹിത്യം, സ്പോർട്സ് എല്ലാം കൂടെ 5 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ കലയും സംസ്കാരവും സാഹിത്യം എന്നൊക്കെ പറയുന്നത്. അതിലൊന്നാണ് ഈ കലകൾ. അതായത് നമ്മുടെ കേരളത്തിലുള്ള പലതരം കലകളുണ്ടല്ലോ. ആ കലകളെ പറ്റി നമ്മൾ അത്യാവശ്യം ക്വസ്റ്റ്യനുകൾ നല്ല സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട് ഇപ്പം. അപ്പം സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അല്ലാതെയൊക്കെ ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി ആ കലകളെ പറ്റി പഠിച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കലകളെ പറ്റിയാണ്. അതിൽ നമ്മൾ ഇന്ന് ഇത് ഫസ്റ്റ് ക്ലാസ് ആണ് കലകളെ പറ്റിയുള്ളത്. അത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കഥകളി പറ്റിയാണ് മെയിനായിട്ട് നോക്കുന്നത്. കഥകളിയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുള്ള. കഥകളി, കൂടിയാട്ടം പോലുള്ള കുറച്ച് കലകൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. പിന്നെ കുറച്ച് കലകളുണ്ട്. അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ് നോക്കാനുള്ളൂ. പക്ഷെ കഥകളി, കൂടിയാട്ടം പോലുള്ള കലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ അത് അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ഇന്ന് കഥകളിയെ പറ്റി മാത്രമാണ് പറയുന്നത്. കഥകളിയെ പറ്റി മാത്രം പറഞ്ഞു വെച്ചാൽ നിങ്ങൾ കരുതും അത് ഓരോ ക്ലാസ് ഓരോ കലകളെ പറ്റിയാണ്. അങ്ങനെയല്ല. ഈ കഥകളി, കൂടിയാട്ടം പോലുള്ള കലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത് ആയിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ട്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. കാരണം ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവർ അതിനെപ്പറ്റി ചോദിക്കാറുണ്ട്. ഈ PSCക്ക് മെയിനായിട്ട് PSCക്കാണ് കൂടുതലും ചോദിക്കുന്നത്. PSCയും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഉള്ളിൽ ഇത് ചോദിക്കും. അല്ലാതെ തന്നെ ഇത് 5-10 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഭാഗമാണ് ഈ കലകൾ എന്ന് പറയുന്നത്. GKയുടെ പാർട്ടായിട്ടും ചോദിക്കാറുണ്ട്. അല്ലാതെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിലും ചോദിക്കാറുള്ള ഭാഗമാണ് ഈ കലകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ഇത് പഠിച്ചിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പൊ നമുക്കിന്ന് തുടങ്ങാം. ഇപ്പൊ നമ്മൾ ഇത് കലകളെ പറ്റിയാണ്. കല എന്നാൽ എന്താണ്? വ്യക്തികളുടെ മാനസിക സന്തോഷത്തിന് ഉപജീവന മാർഗമായി ആവിഷ്കരിക്കപ്പെട്ടതാണ് എന്ത്? കലകൾ. അതായത് പണ്ട് കാലത്ത് കലകൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കലകൾ എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ മാനസിക സന്തോഷത്തിന് ഉപജീവന മാർഗമായി. അതായത് സന്തോഷം നമുക്ക് ഈ കുറച്ച് ഭയങ്കര ടെൻഷനും മറ്റേതിരിക്കുമ്പോൾ നമ്മളിപ്പോ ഈ സിനിമ കാണുന്നതൊക്കെ നമുക്കൊരു റിലാക്സേഷൻ അല്ലേ? അതുപോലെ അന്നത്തെ കാലത്ത് നമ്മൾക്ക് ഒരു നമ്മുടെ ഒരു ആരോഗ്യത്തിനും നമ്മുടെ സന്തോഷത്തിനും വേണ്ടിയിട്ട്, അതായത് ആൾക്കാരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് തുടങ്ങി വെച്ചതാണ് എന്ത്? ഈ മാനസികാരോഗ്യത്തിനും മാനസിക സന്തോഷത്തിനും ഉപജീവന മാർഗം. അതായത് ഈ കല എന്തായിട്ട് ഉപജീവന മാർഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ കല കൊണ്ട് ജീവിക്കുന്നവരെന്ന് കേട്ടിട്ടില്ലേ? ഈ സംഗീതം, മറ്റേ മറ്റേ ഈ സിനിമ, ഇതൊക്കെ ഉപജീവന മാർഗമായിട്ട് ഇപ്പൊ ജനങ്ങൾ, ഇഷ്ടംപോലെ ജനങ്ങൾ അതിന് നിന്ന് ഉപജീവന മാർഗമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ ഉപജീവന മാർഗമായിട്ട് കാണാനായിട്ട് ആയിട്ടും കൂടിയാണ് ഇത് ആവിഷ്കരിക്കപ്പെട്ടതാണ് എന്ത്? കല എന്ന് പറയുന്നത്. ഈ കലകൾ അങ്ങനെ നമ്മള് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, പല രീതിയിലും മെയിനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മാനസിക സന്തോഷത്തിന് ഉപജീവന മാർഗമായിട്ട് ആവിഷ്കരിച്ചതാണ് കലകൾ. ഇനി ഈ കലകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും കാർഷിക സമൃദ്ധിക്കായും കേരളത്തിലെ ക്ഷേത്രങ്ങൾ നടത്താറുണ്ട് ഈ കലകൾ. അതായത് ഈ ക്ഷേത്രങ്ങളിൽ ഈ കൂത്തമ്പലങ്ങളിലൊക്കെ കലകൾ ഈ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പണ്ട് കാലത്ത് മറ്റേ ബ്രാഹ്മണന്മാർ നടത്തുന്നു. വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോഴും ഈ കഥകളി എന്നൊക്കെ പറയുന്ന കൂടുതൽ ക്ഷേത്രങ്ങൾ, അങ്ങനെയുള്ള വലിയ വലിയ ഇതിലാണ് പരിപാടികളാണല്ലോ ഇപ്പോഴും നടത്തുന്നത്. അപ്പൊ അങ്ങനെ നടത്തുന്ന കലകൾ, അതായത് കലകൾ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും കാർഷിക സമൃദ്ധിക്കായിട്ടും കേരളത്തിൽ പണ്ട് നടത്തുന്നുണ്ടായിരുന്നു. ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയായിരുന്നു ഈ കലകൾ എന്ന് പറയുന്നത് പണ്ട് കാലത്ത്. അപ്പൊ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഇത്തരം കലാരൂപങ്ങൾ എന്താണ്? അനുഷ്ഠാന കലകൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? അനുഷ്ഠാനങ്ങൾ. അതായത് കലകൾ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സമൃദ്ധിക്കായിട്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടത്തായിരുന്നു. ഇത്തരം കലാരൂപം, അത് ഈ കേരള ക്ഷേത്രങ്ങളിൽ നടത്തിയിരുന്ന കലാരൂപങ്ങൾ എന്താണെന്ന് അറിയപ്പെടുന്നത്? അനുഷ്ഠാന കലകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സാധാരണ കലകളുടെ അനുഷ്ഠാനങ്ങളുണ്ട്. അതിൽ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന കലകളാണ് എന്ത്? അനുഷ്ഠാന കലകൾ എന്നറിയപ്പെടുന്നത്. ഇനി കലകളെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? കലകളെ മൂന്നായിട്ട് തരം തിരിച്ചത് എങ്ങനെയൊക്കെയാ? ഒന്ന് ദൃശ്യകലകൾ, പിന്നെ ശ്രവ്യകലകള്, പിന്നെ ശ്രവ്യകലകൾ. എന്തൊക്കെയാണ്? ദൃശ്യകലകള്, ശ്രവ്യകലകള്, ശ്രവ്യകലകള്. അങ്ങനെ 3 രീതിയിലാണ് കലകളെ തിരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നും വിശദമായിട്ട് പഠിക്കാം. നമുക്ക് ദൃശ്യകലകൾ. ദൃശ്യകല എന്താണ്? ദൃശ്യാവിഷ്കാരത്തോടെ അല്ലെങ്കിൽ കാഴ്ചയിലൂടെ മനസ്സിന് സന്തോഷം നൽകുന്ന കലകളാണ് എന്ത്? ദൃശ്യകലകൾ എന്നറിയപ്പെടുന്നത്. അതിന് ഉദാഹരണമാണ് നമ്മൾ ഈ പെയിന്റിങ്, ചിത്രകല. അതായത് ചിത്രങ്ങൾ വരച്ചത്, അതൊക്കെ ആ ഒരു കലയാണല്ലോ. ഈ വാസ്തുവിദ്യ എന്ന് പറയുന്ന ഒരു കലയാണ്. വാസ്തുശില്പം എന്ന് പറയുന്നത് വാസ്തുവിദ്യ, ഈ ശില്പങ്ങള്, ഈ ചിത്രം, ഇതൊക്കെ ഒരു കലയാണ്. അപ്പം ഈ അങ്ങനെ അതിൽപ്പെട്ട കല, അതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്നത് എന്ത്? ദൃശ്യകല. അതായത് ദൃശ്യാവിഷ്കാരം, നമുക്ക് കാണാൻ പറ്റുന്നതും ഈ കാഴ്ചയിലൂടെ ഈ ദൃശ്യാവിഷ്കാരം, ആ രൂപത്തിനെ കണ്ടിട്ട് നമുക്ക് മനസ്സിനൊരു സന്തോഷം നൽകുന്നു, ഒരു മനസ്സിന് കുളിർമ നൽകുന്നു. അങ്ങനെയൊക്കെയുള്ള കലകളില്ലേ, അങ്ങനത്തെ കലകളാണ് ദൃശ്യകലകൾ എന്ന് പറയുന്നത്. അത് കാഴ്ചയിലൂടെ നമുക്ക് അതിന് മനസ്സിനൊരു സന്തോഷം കിട്ടണം. അതാണ് ദൃശ്യകലകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം എന്തൊക്കെയാണ്? ശില്പകല വരും, വാസ്തുവിദ്യ വരും, പെയിന്റിങ് വരും, ചിത്രകല. ഇതെല്ലാം ഈ പെയിന്റിങ്, ചിത്രകലയൊക്കെ ഏകദേശം സെയിമാണ്. അതെല്ലാം വരുന്നത് എന്താണ്? ദൃശ്യകലയിൽ വരുന്നതാണ്. ഇതിന് ഉദാഹരണമുണ്ട്, ഇനിയും വേറെ ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് ഇത് പഠിച്ചിരിക്കേണ്ടത് ഇതാണ് ദൃശ്യകല എന്നാണ് ഇത്ര പഠിക്കേണ്ടത്. ഇനിയിപ്പോ നമ്മൾ അടുത്ത് നോക്കേണ്ടത് ശ്രവ്യകലകൾ.
എന്താണ് ശ്രവ്യ കലകൾ? ആ പേര് പോലെ തന്നെ കേൾക്കുമ്പോൾ മനുഷ്യന് മനസ്സിൽ അനുഭൂതി ഉളവാക്കുന്ന കാതിനും മനസ്സിൽ സന്തോഷവും ആശ്വാസവും നൽകുന്ന കലകളാണ് ഇത് ശ്രവ്യകല. അതായത് ഈ സംഗീതം, ആ ശ്രവ്യകലക്ക് ഏറ്റവും മികച്ച ഉദാഹരണം എന്താണ്? സംഗീതമാണ്. അതായത് നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അനുഭൂതി വരുന്നു, നമ്മുടെ ടെൻഷൻ കുറയുന്നു. ഈ ചിലർക്ക് മറ്റേ ഹോബി അല്ലെങ്കിൽ നമുക്ക് ഈ ടെൻഷൻ എടുത്തിരിക്കുമ്പോൾ റിലാക്സ് ആയിട്ടുള്ള കുറച്ച് സംഗീതം അല്ലെങ്കിൽ നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കൊരു ആശ്വാസം കിട്ടില്ല, മനസ്സിന് നല്ലൊരു ആശ്വാസം അനുഭൂതിയും കാതിനൊക്കെയാണ് എന്തൊരു സന്തോഷം, നമുക്ക് മനസ്സിന് ആ പിടിമുറുക്കത്തിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് രക്ഷ കിട്ടില്ലേ. അതാണ് അവർ മെയിനായിട്ട് അന്നത്തെ കാലത്ത് ഉദ്ദേശിച്ചത്. കലകളുടെ ഉത്ഭവത്തിന് കാരണം അതൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കലകൾ, അങ്ങനെ മനസ്സിന് ഇത് നൽകുന്ന കുളിർമയേകുന്ന കലകൾ അല്ലെങ്കിൽ അനുഭൂതിയേകുന്ന കലകളാണ് എന്ത്? ശ്രവ്യ കലകൾ എന്നറിയപ്പെടുന്നത്. കേൾവിയിലൂടെ അനുഭൂതി ഏകുന്ന കലകൾ. ഇതിന് കാണാൻ പറ്റില്ല, നമുക്ക് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതാണ് സംഗീതം എന്ന് പറയുന്നത്. സംഗീതമൊക്കെ ഇതിന് സംഗീതമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദാഹരണം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ സംഗീതത്തിന്റെ വകഭേദങ്ങളാണ് പല രീതിയിൽ, ഈ പാട്ടായും ഗീതങ്ങളായും അങ്ങനെ പല രീതിയിൽ വരുന്ന സംഗീതത്തിന്റെ വകഭേദങ്ങളാണ്. ഈ മ്യൂസിക് എന്ന് പറയുന്ന സംഭവത്തിന്റെ വകഭേദങ്ങളാണ്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഈണവും കാര്യങ്ങളാണ്. അതിനൊപ്പം വരുന്ന സൗണ്ടാണ് മറ്റേ സംഗീതമായിട്ട് നമ്മൾ പാട്ടായിട്ടും പാടുന്നത്. അപ്പൊ ഇതെല്ലാം എന്തിന്റെയാണ്? സംഗീതത്തിന്റെ വകഭേദമാണ്. അപ്പം ഈ ശ്രവ്യകലകളിൽ മെയിൻ ആയിട്ട് എന്താണ്? സംഗീതമാണ് പറയപ്പെടുന്നത്. പിന്നെ അടുത്താണ് നമ്മൾ നോക്കേണ്ടത് ദൃശ്യ ശ്രവ്യകല. ഈ പേര് പോലെ തന്നെ ആ ദൃശ്യകലയും ശ്രവ്യകലയും സമ്മിശ്രമായിട്ടുള്ളതാണ് എന്ത്? ദൃശ്യ ശ്രവ്യ കലകൾ എന്നറിയപ്പെടുന്നത്. എന്താണ്? ദൃശ്യകലകളുടെ ശ്രവ്യകലകളുടെ സമ്മിശ്രമാണ് എന്ത്? ദൃശ്യ ശ്രവ്യ കലകൾ എന്നറിയപ്പെടുന്നത്. അത് ഒരേ സമയം കേൾക്കാനും കാണാനും കണ്ണിനും കാതിനും ഒരുപോലെ അനുഭൂതി ഉണ്ടാക്കാനും കഴിയുന്ന കലകളാണ് എന്ത്? ദൃശ്യ ശ്രവ്യ കലകൾ. എന്താണ്? ഒരേ സമയം കേൾക്കാനും കാണാനും കണ്ണിനും കാതിനും ഒരുപോലെ അനുഭൂതി ഉണ്ടാക്കുന്ന കലകളാണ് എന്ത്? ദൃശ്യ ശ്രവ്യ കലകൾ എന്നറിയപ്പെടുന്നത്. അതിന് മെയിനായിട്ടുള്ള ഉദാഹരണമാണ് നൃത്തങ്ങൾ, സിനിമകൾ, നാടകം. നൃത്തം, സിനിമ, നാടകം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഉദാഹരണം. ഏതൊക്കെയാണ്? നൃത്തം, സിനിമകൾ, നാടകം. ഇതൊക്കെ എന്താണ്? ദൃശ്യ ശ്രവ്യകൾ. കാരണം അതൊക്കെ നമുക്ക് കാണാനും പറ്റും, എന്താണ്? കേൾക്കാനും പറ്റും. ഈ സിനിമയിൽ നമ്മൾ പാട്ട് കേൾക്കുക മാത്രമല്ല, അത് നമ്മൾ കണ്ടുകൊണ്ടാണല്ലോ ആസ്വദിക്കുന്നത്. കാണുകയും ചെയ്യുന്നു, ആ കേൾവിയിലൂടെ ആസ്വദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ട് രീതിയിൽ ആസ്വദിക്കുന്നു. അങ്ങനെ രണ്ട് രീതിയിലും ആസ്വദിക്കാൻ പറ്റുന്ന നമ്മുടെ ഇതായിട്ടുള്ള രീതിയിലുള്ള ആശ്രയിക്കാൻ പറ്റുന്നതാണ് എന്ത്? ദൃശ്യ ശ്രവ്യ കലകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ചത് എന്താ? ദൃശ്യകലകൾ, ശ്രവ്യകലകൾ, ദൃശ്യശ്രവ്യകല. എന്താണ് ദൃശ്യകലകൾ? ദൃശ്യങ്ങൾ ദൃശ്യാവിഷ്കാരത്തോടെ അല്ലെങ്കിൽ കാഴ്ചയുടെ മനസ്സിൽ സന്തോഷം നൽകുന്ന കലകളാണ് ദൃശ്യകലകൾ. അതിന് ഉദാഹരണം ശില്പകല, വാസ്തുവിദ്യ, പെയിന്റിങ്. ഇനി എന്താണ്? ഇനിയിപ്പോ ശ്രവ്യകലകൾ. ശ്രവ്യകലയാണ് മനുഷ്യന് കേൾവിയിലൂടെ മനുഷ്യ സന്തോഷവും അനുഭൂതിയൊക്കെ നൽകുന്ന കല എന്താണ്? ശ്രവ്യകലകൾ. അതിന് ഉദാഹരണം എന്താണ്? സംഗീതമാണ് അതിന് ഉദാഹരണം. എന്താണ്? സംഗീതമാണ് അതിന് ഉദാഹരണം. ഇനി എന്നെങ്കിലോ ഈ ദൃശ്യശ്രവ്യ കലകൾ. ദൃശ്യശ്രവ്യ കലകൾക്ക് ഉദാഹരണം എന്താണ്? അത് ദൃശ്യശ്രവ്യ കലകൾക്ക് സമ്മിശ്രമാണ് എന്ത്? ദൃശ്യകലകളുടെ ശ്രവ്യകലകളുടെ സമ്മിശ്രമാണ് ദൃശ്യശ്രവ്യ കലകൾ. അത് ഒരേ സമയം കാണാനും കേൾക്കാനും നമുക്ക് കാതിനും അനുഭൂതി, കാണാനും കേൾക്കാനും കഴിയും. അതായത് കണ്ണിനും കാതിനും അനുഭൂതി നൽകുന്നതാണ് എന്ത്? ദൃശ്യശ്രവ്യ കലകൾ എന്നറിയപ്പെടുന്നത്. അതെന്തൊക്കെയാണ്? നൃത്തം, സിനിമ, നാടകം. ഇതൊക്കെയാണ് ഈ മെയിൻ ഉദാഹരണം. ആക്കെ ഇങ്ങനെ 3 രീതിയിലാണ് കലകളെ തിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട കലകളെ നമ്മൾ ഓരോന്നായിട്ട് എടുത്തു പഠിക്കുകയാണ്. അത് നമ്മൾ ഓരോ കലകളെ നമ്മൾ ഇനി എന്താണ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എടുത്ത് പഠിക്കാൻ പോവാണ്. അല്ല, ആദ്യം നമ്മൾ പഠിക്കുന്നത്, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ തന്നെ കഥകളിയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്ന കഥകളി തന്നെയാണ്. അപ്പൊ കഥകളിയുടെ നമ്മൾ A to Z അത്യാവശ്യം നന്നായിട്ട് തന്നെ വിശദമായിട്ട് തന്നെ പഠിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് ഒന്ന് പുറമോടിയായിട്ട് പോവല്ല, അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കഥകളി നമ്മൾ പഠിക്കണം. അപ്പം അത്യാവശ്യം ഈ ഒരു വീഡിയോ മാത്രം കണ്ടുകൊണ്ട് കഥകളി മൊത്തം പഠിച്ചു എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇത്രയെങ്കിലും മിനിമം പഠിച്ചു വെക്കണം. മിനിമം, അതാണ് ഞാൻ പറയുന്നത്, മിനിമം പഠിച്ചു വെക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പം ഏതൊരു ടോപ്പിക് എടുത്താലും, ഇപ്പൊ കഥകളി മാത്രമല്ല, നമ്മൾ ഏതൊരു PSCന്റെ ഏതൊരു ടോപ്പിക് എടുത്താലും പണ്ടത്തെ പോലെ അല്ല ക്വസ്റ്റ്യനുകൾ വരുന്നത്. ഇപ്പൊ നല്ല വിശദമായിട്ടാണ് അവർ നല്ല ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പറേഷൻ ശരിയായാൽ മാത്രമേ എന്ത് ചെയ്യും, PSC നോക്കി ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പണ്ടത്തെ പോലെ കുറച്ച് പോയിന്റുകൾ മാത്രം ഇതിനെപ്പറ്റി പഠിച്ചിട്ട് പോയിട്ടേ പറ്റൂല. ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിന്റെ തുടക്കത്തിലാണെങ്കിൽ പോലും നമ്മൾ കുറച്ചൊക്കെ ഒരു പോയിന്റിനെ പറ്റി പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള, ഇച്ചിരിയും കൂടി ലിബറൽ ആയിട്ടായിരുന്നു മറ്റേ ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അത് നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. പക്ഷെ ആ വന്ന സമയത്ത് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അത് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ വരുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പലർക്കും അറിയാം, നോക്കുന്നവർക്ക് അറിയാം. കാരണം ഇപ്പം വരുന്ന ക്വസ്റ്റ്യനുകൾ ഭയങ്കര ഡീപ്പായിട്ടാണ്, അവർ അത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്. മറ്റേ UPSC ഒക്കെ പോലെ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും വരുന്നത്. എന്നാൽ അന്നത്തെ കാലത്ത് അതായത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തുടങ്ങിയത് ആ കൊറോണ ആ സമയത്താണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിന്റെ ഈ സമയം ഇത് തുടങ്ങിയത്. ആ സമയത്ത് നല്ല ഇതായിട്ട് അത്രയും ഡീറ്റെയിലിംഗ് പോകുന്നില്ല. അതെന്താ? കാരണം നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനോട് പരിചയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവര് ഈ ചോദ്യകർത്താക്കൾക്കും അത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവരെന്ത് ചെയ്ത് ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ക്രാക്ക് ചെയ്യുന്നതിനുള്ള സിമ്പിൾ മെത്തേഡുകൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അതായത് നമ്മൾ ഡിലീഷൻ മെത്തേഡ്, ടൈം കളയാതെ ഓരോ 1-2 ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് വായിച്ചതിന് ഡിലീഷൻ മെത്തേഡിലൂടെ കളയാൻ പറ്റുന്നത്, അങ്ങനെ പല രീതിയിൽ നമ്മൾ ഇതിനെ ക്രാക്ക് ചെയ്യാനുള്ള വിദ്യ ഒക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്നും ഈ ചോദ്യം ഇടുന്നവർക്ക് അറിയാം. അപ്പൊ ഇച്ചിരിയും കൂടി ഡീപ്പായിട്ട് ചോദിക്കാൻ വേണം, ഇച്ചിരിയും കൂടി ട്രിക്കി ആയിട്ട് ചോദിക്കണം. കാരണം സിമ്പിൾ ആയിട്ട് പോകാൻ പാടില്ല. ഇവരുടെ ഈ സ്റ്റേറ്റ്മെന്റിന്റെ മെയിൻ ഉദ്ദേശം എന്താ? സമയം കളയുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉദ്ദേശം.
അപ്പൊ ഈ സമയം കളയുന്ന രീതി നമ്മൾ ഈ ഡിലീഷൻ പോലുള്ള മെത്തേഡുകൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നറിയാം. അതുകൊണ്ടാണ് ഇപ്പം അതിനകത്ത് പോലും സ്റ്റേറ്റ്മെന്റ് തരുന്നതിനകത്ത് പോലും ഓപ്ഷനിൽ പോലും കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ അവർ തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കും പഠിക്കുക. അപ്പൊ നമ്മളിപ്പം എന്താണ് കഥകളിയെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ കഥകളി എന്താണ് കേരളത്തിന്റെ തനത് കലാരൂപം എന്നറിയപ്പെടുന്നതാണ് കഥകളി കേട്ടോ. കേരളത്തിന്റെ തനത് കലാരൂപം എന്താണ്? കഥകളിയാണ് കേട്ടോ. ഇനി കഥകളിയുടെ ഉപജ്ഞാതാവ്. കഥകളി ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് കോട്ടയം തമ്പുരാനാണ് കേട്ടോ. കോട്ടയം തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ചിലയിടത്ത് എന്താണ് ഈ കഥകളിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് കൊട്ടയം തമ്പുരാന് വരുന്നത് കൊട്ടാരക്കര തമ്പുരാൻ എന്ന് നമ്മൾ ചിലയിടത്ത് ചില ഇതിലൊക്കെ കാണാറുണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ കഥകളിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് കോട്ടയം തമ്പുരാൻ എന്ന് പഠിച്ചു. കൊട്ടാരക്കര തമ്പുരാൻ എന്ന് ഇടയ്ക്ക് വരാനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ ഇതിന്റെ വരുന്ന ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. കാരണം ഈ കഥകളിയുടെ മുന്നോട്ട് പോകുന്നതോറും നമ്മൾ കൊട്ടാരക്കര തമ്പുരാന് എന്താണ് കഥകളിയായിട്ടുള്ള ബന്ധം എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. ഇനി കഥകളി മുദ്രകളെ അടിസ്ഥാനമാക്കി ഗ്രന്ഥം ഏതാണ്? അത് ഹസ്തലക്ഷണ ദീപിക കേട്ടോ. ഈ ഹസ്തലക്ഷണ ദീപിക നോക്കി വെച്ചു. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് പോയിന്റ് ആണ്. കഥകളി മുദ്രകൾ അടിസ്ഥാനമാക്കി ഗ്രന്ഥം ഏതാണ്? ഹസ്തലക്ഷണ ദീപികയാണ്. ഈ ഹസ്തലക്ഷണ ദീപിക രചിച്ചതാരാണ്? അത് കടത്തനാട് ഉദയവർമ്മ തമ്പുരാൻ. ആരാണ്? കടത്തനാട് ഉദയവർമ്മ തമ്പുരാനാണ് ഹസ്തലക്ഷണ ദീപിക രചിച്ചിട്ടുള്ളത്. ഈ ഹസ്തലക്ഷണ ദീപികകളിൽ കുറെ മുദ്രകളുണ്ട്. കുറെ മുദ്രകളെ പറ്റി അടിസ്ഥാനമാക്കിയുള്ള ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. അപ്പൊ അതിനകത്ത് പറയും ഹസ്തലക്ഷണ ദീപികയെ പറയുന്ന മുദ്രകളുടെ എണ്ണം എത്രയാണ്? അത് 24 മുദ്രകൾ പറയുന്നുണ്ട്. എത്രയാണ്? 24 മുദ്രകൾ പറയുന്നുണ്ട്. അപ്പൊ കഥകളി കേരളത്തിന്റെ തനത് കലാരൂപമാണ്. അത് ഉപജ്ഞാതാവാരാണ് അത് കോട്ടയം തമ്പുരാനാണ് കേട്ടോ. കോട്ടയം തമ്പുരാനാണ് അതിന്റെ ഉപജ്ഞാതാവ്. ഇനി കഥകളി മുദ്രകളുടെ അടിസ്ഥാന ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപികയാണ്. ഹസ്തലക്ഷണ ദീപികയുടെ രചയിതാവ് കടത്തനാട് ഉദയവർമ്മ തമ്പുരാൻ. ഈ ഹസ്തലക്ഷണ ദീപിക വിവരിച്ചിരിക്കുന്ന മുദ്രകളുടെ എണ്ണം എത്രയാണ്? അത് 24 മുദ്രകളുണ്ട്. എത്രയാണ്? 24 മുദ്രകളാണ്. ഇനി നമുക്ക് വന്ന് കഥകളിയുടെ വിശേഷണങ്ങൾ. അതായത് കേരളത്തിൽ കഥകളി ഇത് മൊത്തം ഒരു കുറെ വിശേഷണങ്ങൾ അറിയപ്പെടുന്നുണ്ട്. കുറെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെയാന്ന് ഒന്ന് ടോട്ടൽ തിയേറ്റർ. അതാണ് വിദേശികൾ, അതായത് പുറത്തുനിന്ന് വന്ന ഈ ആൾക്കാരില്ലേ നമ്മളിവിടെ കച്ചവടത്തിന് വന്ന ഈ വിദേശികളെല്ലാം ഈ കഥകളി എന്താണ് വിശേഷിപ്പിച്ചത്? ടോട്ടൽ തിയേറ്റർ എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. എന്താണ് ഈ കഥകളി വിശേഷിപ്പിച്ചത്? ടോട്ടൽ തിയേറ്റർ എന്ന് വിശേഷിപ്പിച്ചത്. ഇനി രാജാക്കന്മാരുടെ കല. കാരണം പണ്ട് കാലത്ത് ഇത് രാജാക്കന്മാരും ഈ നമ്പൂതിരിമാർ അവരൊക്കെ ചെയ്യുള്ളായിരുന്നു. ഈ സാധാരണക്കാർക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രാജാക്കന്മാരുടെ കല എന്നറിയപ്പെടുന്ന ഏതാണ്? കഥകളിയാണ്. ഇനി സമഗ്ര നൃത്തം എന്നറിയപ്പെടുന്ന ഏതാണ്? അതും കഥകളിയാണ്. നൃത്തനാട്യം, കലകളുടെ രാജാവ്, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? കഥകളിയുണ്ട്. എന്താണ്? ടോട്ടൽ തിയേറ്റർ, രാജാക്കന്മാരുടെ കല, സമഗ്ര നൃത്തം, നൃത്തനാട്യം, കലകളുടെ രാജാവ്, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന എന്താണ്? കഥകളിയാണ്. ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന എന്താണ്? കഥകളിയാണ്. കഥകളുടെ വിശേഷങ്ങളാണ് ഇതൊക്കെ. അതിന്റെ കൂടെ ഓർത്ത് വെക്കേണ്ട ഒരു വിശേഷമാണ് കേരളത്തിലെ തനത് കലാരൂപം, അതും കഥകളിയാണ്. അതും കൂടി ഈ വിശേഷങ്ങളുടെ കൂടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയാണ് നോക്കേണ്ടത്, നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഇനിയാണ് രാമനാട്ടം. അതായത് കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം. ഈ രാമനാട്ടത്തെ പറ്റിയാണ് നമ്മൾ ഇനി ഇച്ചിരി വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ രാമനാട്ടത്തിനകത്താണ് നമ്മൾ വരുന്നത്. രാമനാട്ടിന്റെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാനാണ്. ഈ കൊട്ടാരക്കര തമ്പുരാനാണ്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഈ കോട്ടയം തമ്പുരാൻ ഇടയ്ക്ക് കൊട്ടാരക്കര തമ്പുരാൻ എന്ന് ചില ബുക്കിൽ കാണുന്നത്. അതിന് കാരണം വെച്ചാൽ കഥകളുടെ ആദ്യ രൂപമായ രാമനാട്ടമാണ് ഈ കൊട്ടാരക്കര തമ്പുരാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് കൊട്ടാരക്കര തമ്പുരാൻ ചില ബുക്കുകളിൽ മറ്റേ കഥകളിയുടെ ഉപജ്ഞാതാവെന്ന് കാണുന്നത്. അത് ഓപ്ഷൻ പോലെ, അത് ഓപ്ഷനിൽ നമ്മൾ കോട്ടയം തമ്പുരാണെങ്കിൽ കോട്ടയം തമ്പുരാൻ തന്നെ എഴുതണം. ഇനി ഓപ്ഷനിൽ കോട്ടയം തമ്പുരാൻ ഇല്ല, മറിച്ച് കൊട്ടാരക്കര തമ്പുരാനുള്ളതെങ്കിൽ കൊട്ടാരക്കര തമ്പുരാൻ എഴുതണം. ഇനിയിപ്പോ രണ്ടും കൂടെ തന്നാൽ കോട്ടയം തമ്പുരാനാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ കഥകളുടെ ആദ്യ രൂപ രാമനാട്ടം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ രാമനാട്ടം എന്ന് പറഞ്ഞ കൊട്ടാരക്കര തമ്പുരാനാണ് ഉപജ്ഞാതാവ്. ഈ രാമനാട്ടം കൊട്ടാരക്കര തമ്പുരാൻ രചിക്കാനുള്ള കാരണം, അതായത് ഇങ്ങനെ ഒരു കല കണ്ടുപിടിക്കാനുള്ള കാരണം എന്ന് പറയുന്ന ഒരു കഥയാണ്. അതെന്ന് വെച്ചാല് ഈ രാമനാട്ടത്തിന്റെ പൂർവ്വരൂപം കൃഷ്ണനാട്ടായിരുന്നു. ഈ കൃഷ്ണനാട്ടം കണ്ടുപിടിച്ച അല്ലെങ്കിൽ അതിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് കോഴിക്കോട് മാനവേദ രാജാവാണ്. കോഴിക്കോട് മാനവേദൻ സാമൂതിരി അല്ലെങ്കിൽ മാനവേദ രാജാവാണ് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. ഈ കൃഷ്ണനാട്ടത്തെ പറ്റി കലകളോട് താല്പര്യമുള്ള ആളാരായിരുന്നു? ഈ കൊട്ടാരക്കര തമ്പുരാനായിരുന്നു. അപ്പൊ കൊട്ടാരക്കര തമ്പുരാൻ എന്ത് ചെയ്തു? ഈ കൃഷ്ണനാട്ടത്തെ പറ്റി ഈ കേട്ടുകേൾവി എന്ന് പറയുന്നില്ല, അതുപോലെ ഈ പറഞ്ഞു കേട്ടിട്ട് എന്ത് ചെയ്തു? ഈ കോഴിക്കോട് മാനവേദ രാജാവിനോട് ഒരു ദിവസം ഈ തന്റെ സ്ഥലത്ത് തന്റെ കൊട്ടാരത്തിൽ വന്ന അല്ലെങ്കിൽ തന്റെ അവിടെ വന്ന് അവതരിപ്പിക്കുമെന്ന് പുള്ളി ഒന്ന് അഭ്യർത്ഥിച്ചായിരുന്നു. അപ്പൊ കോഴിക്കോട് മാനവേദ രാജാവ് ഇച്ചിരി ഒരു ഇച്ചിരി അഹങ്കാരത്തോടെ പറഞ്ഞു. കാരണം അന്ന് ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കും അവർ തമ്മിലൊരു ചേർച്ചയില്ലാതിരിക്കുന്ന കാലമാണല്ലോ. അപ്പൊ ഈ 17-ാം നൂറ്റാണ്ടിലാണ് കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പൊ ഈ 17-ാം നൂറ്റാണ്ടിൽ ഈ സമയത്ത് ഈ കോഴിക്കോട് മാനവേദ രാജാവും കൊട്ടാരക്കര തമ്പുരാനും അത്ര രസത്തിലല്ല. അപ്പൊ ഈ കോഴിക്കോട് മാനവേദ രാജ ഇച്ചിരി അഹങ്കാരത്തോടെ, കാരണം താനാണല്ലോ കൃഷ്ണാട്ടം കണ്ടുപിടിച്ചത്. അപ്പൊ അതിന്റെ അഹങ്കാരത്തോടെ പുള്ളി എന്ത് പറഞ്ഞു? തെക്കുള്ളവർക്കൊന്നും ഈ കൃഷ്ണാട്ടം ആസ്വദിക്കാനുള്ള കഴിവില്ല, അതിനുള്ള ഇതില്ലാന്ന് കോഴിക്കോട് മാനവേദ രാജാവ് കളിയാക്കി വിട്ടു കൊട്ടാരക്കര തമ്പുരാനെ. അങ്ങനെ കൊട്ടാരക്കര തമ്പുരാൻ ഈ കളിയാക്കൽ കേട്ടപ്പോ കൊട്ടാരക്കര അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു കലാരൂപം ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു? രാമനാട്ടം എന്ന് പറഞ്ഞൊരു കലാരൂപം,
സൃഷ്ടിച്ചു. എന്ത് ചെയ്തു? രാമനാട്ടത്തിന് ഈ കൊട്ടാരക്കാരെ കോഴിക്കോട് മാനവേദ രാജാവ് കൃഷ്ണനാട്ടം രചിച്ചപ്പോൾ എന്ത് ചെയ്തു? കൊട്ടാരക്കര തമ്പുരാൻ ആ അപമാനത്തിൽ, അത് കോഴിക്കോട് മാനവേദ രാജാവിന്റെ അപമാനിച്ചതിനെ തുടർന്ന് രാമനാട്ടം എന്ന് പറഞ്ഞൊരു കല സൃഷ്ടിച്ചു. ആ രാമനാട്ടം പല കാലഘട്ടങ്ങളിലും മാറി മാറിയാണ് എന്ത് കഥകളിയായിട്ട് രൂപാന്തരപ്പെട്ടത്. അതുകൊണ്ടാണ് രാമനാട്ടത്തെ എന്ത് കഥകളിയുടെ ആദ്യ രൂപം എന്നറിയപ്പെടുന്നതും കഥകളിയുടെ ഉപജ്ഞാതാവായിട്ട് ചില സ്ഥലങ്ങളിൽ കൊട്ടാരക്കര തമ്പുരാനെ കാണാനും പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കുവാണെങ്കിൽ കഥകളിയുടെ ഉപജ്ഞാതാവായിട്ട് കൊട്ടാരക്കര തമ്പുരാനെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്, കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് കോട്ടയം തമ്പുരാൻ ഉണ്ടെങ്കിൽ എന്തായാലും കോട്ടയം തമ്പുരാൻ എന്നൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം കൊട്ടാരക്കര തമ്പുരാൻ എഴുതാമെന്ന് പറഞ്ഞത്. ഇനി രാമനാട്ടം ഉത്ഭവിച്ചത് 17-ാം നൂറ്റാണ്ടിലാട്ടോ. അപ്പൊ പറഞ്ഞില്ലേ 17-ാം നൂറ്റാണ്ടിലാണ് ഇത് ഉത്ഭവിച്ചത്. ആദ്യമായിട്ട് രാമനാട്ടം അവതരിപ്പിച്ച ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ കേട്ടോ. കൊട്ടാരക്കര തമ്പുരാൻ തന്നെയാണ് ഉപജ്ഞാതാവും, അദ്ദേഹം തന്നെയാണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഇനി രാമനാട്ടത്തിന്റെ പൂർവ്വരൂപം ഏതാണ്? കൃഷ്ണനാട്ടാണ്. കാരണം എന്താണ്? ഈ കൃഷ്ണനാട്ടത്തിന്റെ ഇതിൽ ബേസ് ചെയ്തിട്ടാണ് രാമനാട്ടം എന്ത് ചെയ്ത് കൊട്ടാരക്കര തമ്പുരാൻ ഉണ്ടാക്കിയത്. കാരണം കോഴിക്കോട് മാനവേദ രാജാവിന്റെ അപമാനിച്ചതിനെ തുടർന്നാണ് എന്ത് കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം കൊണ്ടുവന്നത്. അതിന് കാരണം ഏതാണ്? കൃഷ്ണനാട്ടാണ്. അപ്പൊ അതിന്റെ ഏകദേശം കുറെ സാമ്യത എന്തുണ്ട്? കൃഷ്ണനാട്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാമനാട്ടത്തിന്റെ പൂർവ്വരൂപം എന്നറിയപ്പെടുന്നത് ഏതാണ്? കൃഷ്ണനാട്ടാണ്. ഈ കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവാരാണ്? അത് കോഴിക്കോട് മാനവേദ രാജാവാണ്. ഇനി മറ്റൊരു ഇതുള്ളത്, കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. കാരണം കോഴിക്കോട് മാനവേദ രാജാവ് സംസ്കൃത ഭാഷയാണ് കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്നത്. എന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാവാനും എല്ലാവർക്കും മനസ്സിലാവാനായിട്ട് എന്ത് ചെയ്തു? രാമനാട്ടം മലയാള ഭാഷയിലാണ് കൊട്ടാരക്കര തമ്മിൽ എഴുതുന്നത്. അത് ഓർത്ത് വെച്ചോളൂ. കൃഷ്ണനാട്ടം ഭാഷ ചോദിച്ചാൽ സംസ്കൃതവും, രാമനാട്ടം രചിച്ച ഭാഷ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മലയാളമാണ് കേട്ടോ വരുന്നത്. അത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഇപ്പൊ കഥകളുടെ ആദ്യ രൂപം രാമനാട്ടാണ്. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. രാമനാട്ടം ഉത്ഭവിച്ച നൂറ്റാണ്ട് അത് 17-ാം നൂറ്റാണ്ടിലാണ് ഉത്ഭവിച്ചത്. 17-ാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ചു. ഇനി ആദ്യമായി രാമനാട്ടം അവതരിപ്പിച്ച് കൊട്ടാരക്കര തമ്പുരാനാണ്. രാമനാട്ടത്തിന്റെ പൂർവ്വരൂപം കൃഷ്ണനാട്ടാണ്. ഏതാണ് പൂർവ്വരൂപം? ഏതാണ്? കൃഷ്ണനാട്ടാണ്. ഈ കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവാരാണ്? കോഴിക്കോട് മാനവേദ രാജാവാണ്. ഇനി രാമനാട്ടം രചിച്ച ഭാഷ ചോദിച്ചാൽ ഏതാണ്? അത് മലയാള ഭാഷയുണ്ട്. ഏതാണ്? മലയാള ഭാഷയാണ് രാമനാട്ടം രചിച്ചത്. ഈ കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. ഇനി കഥകളിയുടെ സാഹിത്യ രൂപം. അങ്ങനെ സാഹിത്യ രൂപം, അതായത് കഥകളിയുടെ സാഹിത്യ രൂപം ചോദിച്ചാൽ ഏതാണ്? ആട്ടക്കഥയാണ്. ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപമായിട്ട് എടുക്കുന്നത്. ഇനി ഈ ആട്ടക്കഥയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കര തമ്പുരാനാണ്. ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ തന്നെയാണ് ആട്ടക്കഥയുടെ ഉപജ്ഞാതാവും. ആരാണ്? കൊട്ടാരക്കര. അതായത് രാമ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. അതേ കൊട്ടാരക്കര തമ്പുരാൻ തന്നെയാണ് ആട്ടക്കഥയുടെ ഉപജ്ഞാതാവും. ഇനി ആദ്യ ആട്ടക്കഥയെ കണക്കാക്കുന്ന ഏതാണ്? കൊട്ടാരക്കര തമ്പുരാന്റെ രാമായണം ആട്ടക്കഥ. അതായത് രാമായണ ആട്ടക്കഥയ്ക്ക് വേണ്ടി രചിച്ചിട്ടുള്ള ആട്ടക്കഥയാണ് ഇത് രാമായണ ആട്ടക്കഥ. ആ രാമനാട്ടത്തിന് വേണ്ടി രചിച്ച രാമായണ ആട്ടക്കഥയാണ് ആദ്യത്തെ ആട്ടക്കഥയായി കണക്കാക്കുന്നത്. ഇനി കൊട്ടാരക്കര തമ്പുരാന് പ്രസിദ്ധമായ 4 ആട്ടക്കഥകളാണുള്ളത്. ഒന്ന് എന്തൊക്കെയാണ്? ഒന്ന് ഭഗവതം, രണ്ടൊന്ന് കിർമിരവധം, 3 കല്യാണ സൗഗന്ധികം, 4 നിവാതക വചകാലകേയവധം. എന്താണ്? നിവാത വചകാലകേയവധം. അപ്പൊ 4 ഏതൊക്കെയാണ്? ഭാഗവതം, കിർമിരവധം, കല്യാണ സൗഖ്യം, നിവാതക വചകാലകേയവധം. എന്താണ്? നിവാതക വചകാലകേയവധം. ഇങ്ങനെ 4 ഇത് കൊട്ടാരക്കര തമ്പുരാന് പ്രസിദ്ധമായ 4 ആട്ടക്കഥകൾ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് നോക്കേണ്ടത് ഒറ്റ ആട്ടക്കഥയിൽ പ്രശസ്തനായ കവിശ്രേഷ്ഠൻ. അതായത് ഒരാട്ടക്കഥയെ രചിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരൊറ്റ ആട്ടക്കഥയിൽ പ്രശസ്തനായ കവിശ്രേഷ്ഠൻ ആരാണ്? അത് ഉണ്ണായി വാര്യരാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ. ആരാണ്? നളചരിതം. ഇവിടെ പ്രിന്റ് മിസ്റ്റേക്ക് ഉണ്ട്. നാളെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നാളെയല്ല, നളചരിതം. നളചരിതം ആട്ടക്കഥയുണ്ട്. നളചരിതം ആട്ടക്കഥ, നാളെ ചരിതം അല്ല, നളചരിതമാണ്. പ്രിന്റ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. സോറി. നളചരിതം ആട്ടക്കഥ. ഈ നളചരിതം ആട്ടക്കഥ എത്ര ദിവസമാണ് അവതരിപ്പിക്കുന്നത്? 4 ദിവസമാണ് കേട്ടോ. 4 ദിവസമാണ് നളചരിത ആട്ടക്കഥ അവതരിപ്പിക്കുന്നത്. ഇനി ആട്ടക്കഥ രചിച്ച ഏക വനിത ആരാണ്? അത് കുട്ടിക്കുഞ്ഞി തങ്കച്ചിയാണ്. ആരാണ്? കുട്ടിക്കുഞ്ഞി തങ്കച്ചിയാണ് ആട്ടക്കഥ രചിച്ച ഏക വനിത എന്നറിയപ്പെടുന്ന ആരാണ്? കുട്ടിക്കുഞ്ഞി തങ്കച്ചി. ഇനി ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ രാജാവ് ആരാന്ന് വെച്ചാൽ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ രാജാവ്. ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. കഥകളെ ബന്ധപ്പെട്ട സമ്പ്രദായം ഏതാണ്? 3 ഉണ്ട്. കഥകളെ ബന്ധപ്പെട്ട സമ്പ്രദായങ്ങൾ മെയിൻ ആയിട്ട് 3 നമ്മൾ പഠിക്കാനുള്ള 3 പഠിക്കാനുണ്ട്. ഒന്ന് ഏതൊക്കെയാണ്? ഒന്ന് വെട്ടത്ത് സമ്പ്രദായം, ഒന്ന് കല്ലിക്കോട സമ്പ്രദായം, പിന്നെ ഒന്ന് കപ്ലിങ്ങാട് സമ്പ്രദായം. ഏതൊക്കെയാണ്? വെട്ടത്ത് സമ്പ്രദായം, കല്ലിക്കോട സമ്പ്രദായം, കപ്ലിങ്ങാട് സമ്പ്രദായം. ഇങ്ങനെ 3 സമ്പ്രദായങ്ങളാണ് പഠിക്കാനുള്ളത്. നമ്മളത് ഒരുപാട് ഡീറ്റെയിൽ ഉണ്ട്. ഈ പേരെങ്കിലും പഠിച്ചു വെക്കണം. കാരണം ഒരുപാട് ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായി പോകും. ഭയങ്കര ഡീപ്പായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇച്ചിരി കൂടെ, അതാണ് ഞാൻ പറഞ്ഞത്, ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് പഠിക്കുന്നവർക്ക് ഈ സമ്പ്രദായങ്ങൾ എന്താണെന്ന് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്.
ഇപ്പം എന്താണ് പഠിച്ചു നോക്കുക, ഈ സമ്പ്രദായങ്ങളുടെ പേര് പഠിച്ചു നോക്കുക. എന്താണ്? വെട്ടത്ത് സമ്പ്രദായം, കല്ലിക്കോട് സമ്പ്രദായം, കപ്ലിങ്ങാട് സമ്പ്രദായം. ഇനി കഥകളി സാഹിത്യം എന്നറിയപ്പെടുന്ന ഏതാണ്? അത് കഥകളി പദങ്ങളാണ് കേട്ടോ. കഥകളി സാഹിത്യം എന്നറിയപ്പെടുന്ന എന്താണ്? കഥകളി പദങ്ങളാണ്. ഇനി കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? അത് സോപാന സംഗീതമാണ് കേട്ടോ. എന്താണ്? സോപാന സംഗീതമാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം എന്ന് പറയപ്പെടുന്നത്. ഇനി കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലോചിക്കുന്ന ഗാനം അറിയപ്പെടുന്നത് എന്താണ്? അത് തിരനോട്ടം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? തിരനോട്ടമാണ് കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം അറിയപ്പെടുന്നതാണ് തിരനോട്ടം. ഇനി കഥകളി രംഗസജ്ജീകരണവും വേഷം കെട്ടലും അറിയപ്പെടുന്നതാണ് ആഹാര്യം. എന്താണ്? കഥകളി രംഗസജ്ജീകരണവും വേഷം കെട്ടലും അറിയപ്പെടുന്ന എന്താണ്? ആഹാര്യം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ആഹാര്യം. അപ്പൊ കഥകളി സാഹിത്യം അറിയപ്പെടുന്ന കഥകളി പദങ്ങളിൽ നിന്നാണ്. കഥകളി ഉപയോഗിക്കുന്ന സംഗീതമാണ് സോപാന സംഗീതം. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമേ ആലപിക്കുന്ന ഗാനം അറിയപ്പെടുന്നത് തിരനോട്ടം. ഇനി കഥകളി രംഗസജ്ജീകരണം വേഷം കെട്ടലും അറിയപ്പെടുന്നത് എന്താണ്? ആഹാര്യം. ഇനി കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഒന്ന് ചെണ്ട, ഒന്ന് മദ്ദളം, പിന്നെ ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ഇത്ര ഈ 5 വാദ്യോപകരണങ്ങൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാ? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ഇത്രയും വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ഇനി കഥകളിയിൽ ഉപയോഗിക്കുന്ന അസുരവാദ്യം ചോദിച്ചാൽ ഏതാണ്? അത് ചെണ്ടയാണ് കേട്ടോ. കഥകളിയിൽ ഉപയോഗിക്കുന്ന അസുരവാദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെണ്ടയാണ് അസുരവാദ്യം. ഇനി കഥകളിലെ പിന്നണി ഗായകരുടെ പേര്. ഈ പിന്നണി ഗായകരുടെ പേര് അതിൽ പ്രധാന ഗായകൻ അറിയപ്പെടുന്ന പൊന്നാനി എന്നാണ് കേട്ടോ. ഇനി കഥകളി ഗായകന്മാരിൽ പ്രധാന ഗായകൻ അറിയപ്പെടുന്നതാണ് പൊന്നാനി. ഈ രണ്ടാം ഗായകൻ അറിയപ്പെടുന്ന ശിങ്കിടി. അതായത് ഒരാളല്ലേ, നീ അവന്റെ ശിങ്കിടിയാണ്, ഇവന്റെ ശിങ്കിടിയാന്ന് പറയില്ലേ, അത് ഇതിന്ന് വരുന്നൊരു പദമാണ് കേട്ടോ. അതായത് ഈ കഥകളിയുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ഈ ശിങ്കിടി. അതായത് പ്രധാന ഗായകന്റെ, അതായത് പ്രധാന വ്യക്തിയുടെ കൂടെ നടക്കുന്ന രണ്ടാമത്തെ വ്യക്തി, അതായത് രണ്ടാം വ്യക്തി എന്നറിയപ്പെടുന്ന ആളാണ് ശിങ്കിടി. അപ്പൊ ഒന്നാമത്തെ ആള് പൊന്നാനി, രണ്ടാമത്തെ ആള് ശിങ്കിടി. പ്രധാന ഗായകൻ പൊന്നാനി, രണ്ടാം ഗായകൻ ശിങ്കിടി. ഇനി കഥകളിലെ പ്രധാന ചടങ്ങ്, നമ്മൾ കഥകളിലെ ചടങ്ങുകളാണ് ഞാൻ ഓരോന്ന് പറയുന്നത്. കഥകളിലെ ചടങ്ങുകൾ അറിയപ്പെടുന്നത് എന്താണ്? അഷ്ടാംഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? അഷ്ടാംഗങ്ങൾ എന്നാണ് എന്ത് കഥകളിലെ ചടങ്ങുകൾ അറിയപ്പെടുന്നത്. 8 ചടങ്ങുണ്ട്. സത്യത്തിൽ 8 കഥകളി ചടങ്ങുകളാണുള്ളത്. അത് അഷ്ടാംഗങ്ങൾ എന്നറിയപ്പെടുന്നു. അതിൽ ഒന്നാമത്തെയാണ് കേളികൊട്ട്. എന്താണ്? കേളികൊട്ട്. കഥകളി നടക്കുന്നുണ്ടെന്ന് ദേശവാസികളെ അറിയിക്കുന്നതിനുള്ള വാദ്യ പ്രകടനമാണ് എന്ത്? കേളികൊട്ട്. അതായത് നമ്മൾ മറ്റേ അനൗൺസ് ചെയ്തില്ലേ, ഈ മറ്റേ ഇതൊക്കെ വന്നു, മറ്റേ നമ്മള് സിനിമ വന്നു എന്നൊക്കെ നമ്മൾ വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ ഒരു പരിപാടി നടക്കാൻ പോകുന്നത് വിളിച്ചു പറഞ്ഞ് അനൗൺസ് ചെയ്തില്ലേ, അങ്ങനെ ഒരു പരിപാടി. അങ്ങനെ കഥകളി നടക്കാൻ പോകുന്നു എന്ന് ദേശവാസികളെ അറിയിക്കുന്ന ഒരു പരിപാടിയാണ് എന്ത്? കേളികൊട്ടെന്ന് അറിയപ്പെടുന്നത്. അതുമായിട്ട് ഞാനിത് സാമ്യം പറഞ്ഞാണ്. അത് അങ്ങനെയല്ല പക്ഷേ ഈ കഥകളി കേളികൂട്ട് നടക്കുന്നത്. പക്ഷെ നമ്മളത് മനസ്സിലാക്കാൻ എന്താണ്, ഈ കഥകളി നടക്കുമ്പോൾ കഥകളി നടക്കുന്നുണ്ടെന്ന് ദേശവാസികൾ അറിയിക്കാനുള്ള ഒരു വാദ്യ പ്രകടനം, അതാണ് കളി. അത് പണ്ട് നമ്മൾ ഇപ്പോഴും കാലത്ത് ഇങ്ങനെ ഈ അനൗൺസ് ചെയ്യുന്ന, പണ്ട് കാലത്ത് അങ്ങനെയല്ല. പണ്ട് കാലത്ത് ഈ ചെണ്ടകൊട്ടും വാദ്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞൊരു ഇത് പുറപ്പെടുവിക്കുന്നുണ്ട്. അതാണ് കേളികൊട്ടെന്ന് അറിയപ്പെടുന്നത്. ഇനി ഇതിന്റെ രണ്ടാമത്തെ ചടങ്ങാണിത് അരങ്ങുകേളി. കളി തുടങ്ങിക്കഴിഞ്ഞു, അതായത് മറ്റേ കഥകളി തുടങ്ങിക്കഴിഞ്ഞു എന്ന് അറിയിക്കുന്ന ഗണപതിക്കൊട്ട്. അതായത് ഒരു പ്രത്യേകതരം താളം ആണത്. അത് അവതരിപ്പിക്കുന്നതാണ് എന്ത്? അരങ്ങുകളി എന്നറിയപ്പെടുന്നത്. ഈ മദ്ദളം, ചേങ്ങില, ഇലത്താളം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ അരങ്ങുകളി ഉപയോഗിക്കുന്നത്. അതായത് ഈ ഗണപതിക്കൊട്ടിന് ഉപയോഗിക്കുന്ന എന്തൊക്കെയാ? മദ്ദളം, ചേങ്ങില, ഇലത്താളം. അതൊക്കെയാണ് ഈ അരങ്ങുകളിയിലെ ഗണപതിക്കൊട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ എന്നറിയപ്പെടുന്നത്. അതൊന്ന് ഓർത്ത് നോക്കുക. ഇനി അടുത്താണ് തോടയം. ഇഷ്ടദേവതാ പൂജയെ തിരശ്ശീലയ്ക്ക് പിറകിൽ നടക്കുന്ന സ്തുതിപരമായ നൃത്തം. അതായത് തിരശ്ശീലയ്ക്ക് പിറകിൽ നടക്കുന്നതാണ് കേട്ടോ. തിരശ്ശീലയ്ക്ക് പിറകിൽ നടക്കുന്നത് എന്ത്? ഇഷ്ടദേവതാ പൂജയെ തിരശ്ശീലയ്ക്ക് പിറകിൽ നടക്കുന്ന സ്തുതിപരമായ നൃത്തമാണ് എന്ത്? തോടയം എന്നറിയപ്പെടുന്നത്. ഇനി അരങ്ങുകേളി എന്ന ചടങ്ങിന് ശേഷം തിരശ്ശീല കൊണ്ട് രംഗം മറിക്കുന്ന തോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങ് എന്താണ്? അതാണ് കേട്ടോ തോടയ. ഈ തോടയത്തിന് എങ്ങനെയാണ്? അരങ്ങുകേളി എന്ന ചടങ്ങിന് ശേഷം, അത് അരങ്ങുകേളി എന്ന ചടങ്ങിന് ശേഷം മറിക്കുന്നതോട് കൂടി ആരംഭിക്കുന്ന ചടങ്ങാണ് ഇത് തോടയം. ഇനി അവതരിപ്പിക്കാൻ പോകുന്ന ദൃശ്യം സമങ്കളം അവസാനിക്കുവാൻ കഥകളി കലാകാരന്മാർ നടത്തുന്ന ഈശ്വരവന്ദനമാണ് എന്ത്? തോടയം. അങ്ങനെ ഈ 3 പോയിന്റ് ഓർത്ത് കേട്ടോ. എന്താണ്? ഇഷ്ടദേവത പൂജയാണിത്. ഇത് എന്താണ്? അരങ്ങുകേളി എന്താണ്? ഇത് തിരശ്ശീല മറയ്ക്കുന്നതോട് കൂടിയാണ് ആരംഭിക്കുന്നത്. അവതരിപ്പിക്കാൻ പോകുന്ന ദൃശ്യം സമങ്കളം അവസാനിക്കണമെന്ന് എന്ത്? കലാകാരന്മാർ ദൈവത്തോട് ഭാഷിക്കുന്ന ഈശ്വരവന്ദനമാണ് ഇത് തോടയം എന്ന് പറയുന്നത്. ഇനി വന്ദന ശ്ലോകം. അതെന്താണ്? തോടയം കഴിഞ്ഞുള്ള കഥകളിയിലെ ചടങ്ങ് എന്താണ്? അതാണ് വന്ദന ശ്ലോകം. തോടയം കഴിഞ്ഞുള്ള കഥകളിയിലെ ചടങ്ങാണ് വന്ദന ശ്ലോകം. കഥകളിയിൽ പങ്കെടുക്കാനെത്തുന്ന എല്ലാ പാട്ടുകാരും വന്ദന ശ്ലോകം ചൊല്ലണമെന്ന് വ്യവസ്ഥയുണ്ട് കേട്ടോ. അതായത് തോടയം കഴിഞ്ഞുള്ള കഥകളിയിലെ ഒരു ചടങ്ങാണ് എന്ത്? വന്ദന ശ്ലോകം എന്ന് പറയുന്നത്. ഈ ശ്ലോകം എന്ത് ചെയ്യണം? കഥകളിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, എത്തിയ എല്ലാവരും തന്നെ ചൊല്ലണം എന്നാണ് വ്യവസ്ഥ. ഇനിയാണ് പുറപ്പാട്. അഞ്ചാമത്തെയാണ് പുറപ്പാട്. കഥകളിയിലെ നായികമാർ അരങ്ങ് പ്രവേശിക്കുന്ന ചടങ്ങ്. ഇതിന്റെ ആദ്യത്തെ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓർഡറിൽ ചോദിക്കുമ്പോൾ ആദ്യത്തെ ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേളികൊട്ടില്ലെങ്കിൽ എന്താണ്? പുറപ്പാടാണ് ഓപ്ഷനുള്ളതെങ്കിൽ പുറപ്പാട് എടുക്കണം.
അതിന് കേളികൊട്ടില്ലെങ്കിൽ പുറപ്പാടാണ് കേട്ടോ എഴുതേണ്ടത്. കേളികൊട്ടില്ലാത്ത ഇപ്പൊ 4 ഓപ്ഷൻ തന്നിട്ട് ഇതിനകത്ത് ഏതാണ് കഥകളിയിൽ ആദ്യ ചടങ്ങ് എന്ന് വെച്ചിട്ട് 4 തന്നിട്ടുണ്ടെങ്കിൽ കേളികൊട്ടില്ല എന്നുണ്ടെങ്കിൽ പുറപ്പാടാണ്. കാരണം കഥകളി തുടങ്ങുന്നതിന് മെയിൻ ആയിട്ട് പറയുന്നത് പുറപ്പാടാണ്. അതിന് മുമ്പ് വരെയുള്ള ഇതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ പോലെയാണ് ബാക്കിയുള്ള 4 ചടങ്ങും. ഈ പുറപ്പാട് തൊട്ടാണ് ഇത് സത്യത്തിൽ ശരിക്കും ആരംഭിക്കുന്നത്, ഈ അരങ്ങിൽ ആരംഭിക്കുന്നത്. അതുവരെ ഇതിന്റെ ഈ പ്രിപ്പറേഷൻ പോലുള്ള സംഭവങ്ങളാണ് ബാക്കി 4 ചടങ്ങുകളും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുറപ്പാട് വേണമെങ്കിൽ കഥകളുടെ ആദ്യ ഇതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കുക. ഇനി കഥകളിൽ നായിക അരങ്ങിലേക്ക് പ്രവേശിക്കുന്നത്, ഈ നായകന്മാരെ സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇത് പുറപ്പാടെന്ന് അറിയപ്പെടുന്നത്. ഇവർ ഏത് കഥയാണ് ആടുന്നത് ആ കഥയുടെ ആദ്യം പ്രതിപാദിക്കുന്ന കഥ, അതായത് മെയിൻ ആയിട്ട് പറയുന്ന ആദ്യത്തെ കഥാപാത്രങ്ങളില്ല, അവരെയാണ് ഈ പുറപ്പാടിന്റെ സമയത്ത് രംഗത്ത് വരേണ്ടത്. കഥകളിൽ ഒരു പുരുഷ വേഷം ഒരു സ്ത്രീ വേഷം തിരശ്ശീല നീക്കി ആരംഭിക്കുന്ന പ്രാർത്ഥനാപരമായ ചടങ്ങാണ്. അതായത് ഒരു പുരുഷ വേഷവും വരണം, ഒരു സ്ത്രീ വേഷവും വരണം. ഇവർ തിരശ്ശീല നീക്കി പ്രാർത്ഥനയോട് ആരംഭിക്കുന്ന ചടങ്ങാണ് എന്ത് പുറപ്പാടെന്ന് പറയുന്നത്. ഇനി മേളപ്പദം. ഈ ചടങ്ങ് തുടങ്ങി വെച്ചത് കോട്ടയത്ത് രാജാവിന്റെ ഗുരുനാഥൻ ഗോവിന്ദസ്വാമിയാണെന്ന് ഐതിഹ്യം. അതായത് ഈ ചടങ്ങ് തുടങ്ങി വെച്ചാലാണ് കോട്ടയത്ത് രാജാവിന്റെ ഗുരുനാഥനായിട്ടുള്ള ഗോവിന്ദസ്വാമികളാണെന്നാണ് ഐതിഹ്യം. പുറപ്പാടിന് ശേഷം ജയദേവന്റെ ഗീതാഗോവിന്ദത്തിലെ മഞ്ജുതരംഗ എന്ന ഗീതം പാടുന്നതാ അറിയപ്പെടുന്നത്. അതായത് ഇതിനൊരു ഐതിഹ്യം പറയുന്നത്, പണ്ട് ഇത് നടക്കുന്ന സമയത്ത് ഈ കഥകളി നടക്കുന്ന സമയത്ത് കുറച്ച് സമയം പിടിച്ചു ഇവര് വരാനായിട്ട്, തുടങ്ങാനായിട്ട് കുറച്ച് ലാഗ് വന്നു. കുറച്ച് ലാഗ് വന്ന സമയത്ത് എന്ത് ചെയ്തു, ഈ ലാഗ് വരുമ്പോൾ ഈ പ്രേക്ഷകർക്ക് ബോറടിക്കാതിരിക്കേണ്ട എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ഗുരുനാഥൻ ഗോപിനാഥ സ്വാമികൾ എന്ത് ചെയ്തു, അവിടെ ഈ മഞ്ജുതരംഗത്തിലെ ഗീതം എന്ത് ചെയ്തു അങ്ങ് പാടി, കുറച്ചങ്ങ് പാടി. അങ്ങനെ പാടിയ ഗീതാഗോവിന്ദത്തിലെ മഞ്ജുതരംഗം എന്ത് ചെയ്തു, ഇവര് അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് എന്ത് ചെയ്തു, എല്ലാ കഥകളിയിലും അതൊരു ചടങ്ങായിട്ട് ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വന്ന ഒരു ചടങ്ങാണെന്നാണ് ഇതൊരു ഐതിഹ്യം പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ ഇത് ആധികാരികമായിട്ട് അറിയില്ല. ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു, ഇങ്ങനെ ഐതിഹ്യത്തിന്റെ പുറകിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ചടങ്ങ് നടക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? കോട്ടയത്ത് രാജാവിന്റെ ഗുരുനാഥൻ ഗോവിന്ദ സ്വാമികൾക്ക് വേണ്ടിയിട്ടാണ്. അല്ല, ഗോവിന്ദ സ്വാമികളാണ് ഇത് തുടങ്ങി വെച്ചതെന്നാണ് ഐതിഹ്യം. അദ്ദേഹത്തിന്റെ ഇതിനായിട്ടാണ്, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് കഥകളിയിൽ സ്ഥിരമാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്താണ് കഥാരംഭം. കഥകളുടെ ആരംഭം കുറിക്കുന്നതാണ്. ഇവിടെയാണ് കഥകളുടെ ആരംഭം കറക്റ്റായിട്ട് കുറിക്കുന്നത്. ഇനി ഗായക രംഗാവതരണം പാദ്യം ചൊല്ലി തീരുന്നതോടുകൂടി അത് നിർദ്ദിഷ്ടമായ കഥാപാത്രങ്ങളെ തിരശ്ശീല താഴ്ത്തി രംഗത്ത് പ്രവേശിക്കും. അതായത് ഗായക രംഗത്തേക്ക് അവതരണം പാദ്യം ചൊല്ലി തീരുന്നതോടുകൂടി എന്ത് ചെയ്യും, ഇവര് രംഗത്തേക്ക് പ്രവേശിക്കും. അതാണ് എന്ത് കഥാരംഭം എന്നറിയപ്പെടുന്നത്. ഇനി ഇതിന്റെ ലാസ്റ്റ് ചടങ്ങ്, അത് ധനാശി പാടുക. ധനാശി ഉണ്ട് കഥകളിയിലെ അവസാന ചടങ്ങാണ്. ഈശ്വര സ്തുതി രൂപത്തിലുള്ള നൃത്തമാണ് എന്ത് ധനാശി എന്ന് പറയുന്നത്. എന്താണ് ഈശ്വര സ്തുതി രൂപത്തിലുള്ള നൃത്തമാണ് ധനാശി. കഥകളിലെ അവസാന ചടങ്ങാണിത്. ഈ മലയാളത്തിൽ നമുക്ക് സ്ഥിരം, അതായത് PSCയുടെ സ്ഥിരം PYQആണ് ഇത് ധനാശിന്റെ അർത്ഥം എന്താണ് അവസാനിപ്പിക്കുക എന്നാണ് കേട്ടോ. ധനാശി എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നാണ്. ഇത് അതേ ധനാശി എവിടുന്ന് എടുത്തിരിക്കുന്ന നമ്മുടെ ഈ കഥകളിയിൽ നിന്ന് എടുത്തൊരു വാക്കാണ് ധനാശി എന്ന് പറയുന്നത്. അപ്പൊ ഇത് PSCയുടെ സ്ഥിരം PYQ ആണ്. മലയാളത്തിന്റെ സ്ഥിരം PYQ ക്വസ്റ്റ്യൻ ഇത് ധനാശി എന്നുള്ളത്. ഇപ്പൊ ഓർത്തു നോക്കാം. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ നമുക്ക് ചടങ്ങുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഇപ്പൊ ഒന്നാമത്തെ ചടങ്ങ് എന്താണ്? ഒന്നാമത്തെ കേളികൊട്ട്, രണ്ടാമത്തെ ആണെങ്കിലോ അരങ്ങുകേളി, മൂന്നാമത്തെ ആണെങ്കിലോ തോടയം, നാലാമത്തെ ആണെങ്കിലോ പന്തയന ശ്ലോകം, അഞ്ചാമത്തെ പുറപ്പാട്, ആറാമത്തെ മേളപ്പദം, ഏഴാമത്തെ കഥാരംഭം, എട്ടാമത്തെ ധനാശി. ഇത്രയാണ് 8 അഷ്ടാംഗങ്ങൾ എന്നറിയപ്പെടുന്ന ഇവന്റെ ചടങ്ങുകൾ എന്നറിയപ്പെടുന്നത്. ഇനിയിപ്പോ നമുക്ക് നോക്കാം കഥയിലെ പ്രധാന വേഷങ്ങൾ. അതായത് കഥകളിയിലെ കുറച്ച് വേഷങ്ങളുണ്ട്. അതിൽ പ്രധാന വേഷങ്ങൾ ഏതൊക്കെയാണെന്ന്, പ്രധാനമായിട്ട് 5 വേഷങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഇങ്ങനെ 5 വേഷങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഇപ്പൊ ഓരോ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒന്ന് പച്ച. എന്താണ്? സാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ് പച്ച വേഷമാണ് ചെയ്യുന്നത്. എന്താണ് സാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്ക് ഏതാണ്? പച്ചവേഷമാണ്. നന്മയുടെ ഭാവങ്ങളാണ് പച്ചവേഷം ചെയ്യുന്നത്. അതായത് ഈ രാമൻ, ലക്ഷ്മണൻ, ഇന്ദ്രൻ, വീരന്മാർ, രാജകുമാരൻ, അർജുനൻ, അതായത് നമ്മുടെ ഈ കഥയിലെ മെയിൻ ആയിട്ടുള്ള നല്ല കഥാപാത്രങ്ങളും ഈ നടന്മാരെന്നൊക്കെ അറിയപ്പെടില്ലേ, നമ്മുടെ ഈ കഥയിലെ നടൻ, അവരാണ് ഈ പച്ചവേഷം ചെയ്യുന്നത്. അവർ നന്മയുടെ ഭാവമായിരിക്കും. അവര് നന്മയെ പ്രതിനിധീകരിക്കുന്ന ആളായിരിക്കും. അതുകൊണ്ട് അവര് നന്മയുടെ ഭാവമാണ് ഇത് പച്ചവേഷത്തിന്. ഈ ഇതിഹാസ വീര കഥാപാത്രങ്ങൾ എന്താണ്? ഈ പച്ചവേഷമാണ് ചെയ്യുന്നത്. അത് വീരന്മാരെ, രാജാക്കന്മാരൊക്കെ ഇല്ലേ പണ്ടത്തെ കാലത്തെ, നല്ലവരായ വീരന്മാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ ഇല്ലേ, അവരൊക്കെ ഏതാണ്? ഇതിഹാസ കഥാപാത്രങ്ങളൊക്കെ ഏതാണ്? പച്ചവേഷത്തിലാണ് വരുന്നത്. അപ്പൊ സാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ ഏതാണ്? പച്ചവേഷമാണ്. നന്മയുടെ ഭാവമാണ് ഇത് പച്ചവേഷത്തിനുള്ളത്. ഈ രണ്ടാമത്തെയാണ് ഇത് കത്തി. കത്തിയാണ് രണ്ടാമത്തെ. ആ ദുഷ്ട കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന വേഷമാണ് ഇത് കത്തി. അതായത് പച്ചയത് നല്ല കഥാപാത്രമാണെങ്കിൽ അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന കഥാപാത്രമാണ് ഏതാണ്? അത് കത്തിയാണ്. ദുഷ്ട കഥാപാത്രം പ്രതിനിധീകരിക്കുന്നത്. അതായത് രാവണൻ, നരകാസുരൻ, ദുര്യോധനൻ, കംസൻ, കീരി, ഇങ്ങനെയുള്ള ഈ പുരാണ കഥകളിൽ ഈ
ഹിന്ദു പുരാണങ്ങൾ ഇത് കേട്ടിട്ടുള്ളവർക്ക് അറിയാം. അല്ലെ മെയിൻ ആയിട്ടുള്ള ഈ അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള വില്ലൻ കഥാപാത്രം അല്ലെങ്കിൽ ആന്റി ഹീറോ കഥാപാത്രമാണ് ആര്? രാവണൻ, നരകാസുരൻ, ദുര്യോധനൻ, കംസൻ. അപ്പം ഇവരെ അവതരിപ്പിക്കുന്ന ഏതാണ്? ദുഷ്ടകഥാപാത്രം. ഇവരെ അവതരിപ്പിക്കുന്നതാണ് കത്തിവേഷം. പൊതുവെ ക്രൂര സ്വഭാവമുള്ള രാജാക്കന്മാരെയും ഏതാണ് സാധാരണ കത്തിവേഷം നൽകുന്നത്. അതായത് ഇവരൊക്കെ രാജാക്കന്മാരായിരുന്നു. ഇവര് രാക്ഷസന്മാരെന്ന് എവിടെയും അധികം പറഞ്ഞു കേൾക്കില്ല. രാക്ഷസന്മാരാണെങ്കിൽ പോലും ഇവര് ലോകത്ത് ഭരിച്ചിരുന്ന രാജാക്കന്മാരെന്നാണ് അറിയപ്പെടുന്നത്. രാജാക്കന്മാരെ പ്രതിനിധീകരിക്കുന്നു. പക്ഷെ നല്ല രാജാക്കന്മാരല്ല, മറിച്ച് പൊതുവെ ക്രൂരന്മാരായിട്ടുള്ള രാജാക്കന്മാരാണ്. അപ്പൊ അവരെ പ്രതിനിധീകരിക്കുന്ന വേഷാതയുടെ കത്തിയാണ് ട്ടോ. അവരെ പ്രതിനിധീകരിക്കുന്ന വേഷമാണ് കത്തി വേഷങ്ങള്. ഇനിയാണ് കരി. അതായത് രാക്ഷസ സ്വഭാവന്മാര്, കാട്ടാള സ്വഭാവം. അതായത് രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രം, കാട്ടാള സ്ത്രീകൾ, കാട്ടാളന്മാർ, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ, അതായത് ദുഷ്ട കഥാപാത്രങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. എന്നാൽ അവരെന്താണ്? രാജാക്കന്മാരല്ല, മറിച്ച് രാക്ഷസ സ്വഭാവമുള്ളവരും കാട്ടാളന്മാരും കാട്ടാള സ്ത്രീ ഇങ്ങനെയുള്ളവരൊക്കെയാണ് കരിവേഷം ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള വേഷങ്ങളാണ് കരി എന്ന് പറയപ്പെടുന്നത്. ആ മെയിനായിട്ട് ശൂർപ്പണഖ, സിംഹിക, പൂതന, ഹിഡുംബി ഇങ്ങനെയുള്ള അതൊക്കെയാണ് ഉദാഹരണം. അതായത് ഇവരൊക്കെ എന്താണ്? രാക്ഷസന്മാരാണ്. ഈ ഹിഡുംബി രാക്ഷസിയാണ്, പൂതന രാക്ഷസിയാണ്, സിംഹിക രാക്ഷസി, ശൂർപ്പണഖ. അതായത് ഇങ്ങനെയുള്ള ദുഷ്ട കഥാപാത്രങ്ങളെല്ലാം ഏതാണ്? കരിയിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. കരി വേഷമാണ് വരുന്നത്. ഇനി അടുത്താണ് ഇത് മിനുക്ക്. ഈ മിനുക്ക് പേര് പോലെ തന്നെ ഈ മുഖം മിനുക്കുന്നൊക്കെ ആരാണ്? അത് മെയിനായിട്ട് സ്ത്രീകളല്ലേ മിനുക്കാനൊക്കെ നോക്കുന്നത്. നമ്മൾ മുഖം മിനുക്കുന്നു, പൗഡർ ഇടുന്നു, ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? സ്ത്രീകളാണ്. അപ്പൊ അങ്ങനെ ഒരു കോഡ്, അത് കോഡാട്ടോ. വേറെ ഞാൻ ഒരിക്കലും സ്ത്രീകളെ ഇതായ മോശമായിട്ട് പറഞ്ഞല്ല. ഒരു കോഡ് ഉപയോഗിച്ചാണ് കേട്ടോ. കോഡ് ഉപയോഗിച്ചാണ് നമ്മൾ PSCക്ക് എന്താണ്, നമ്മൾ എന്ത് രീതി നോക്കിയാലും നമ്മൾ ഓർത്തിരിക്കാനുള്ള എന്തെങ്കിലും ഒരു കോഡ്. അത് എന്ത് മോശമായിട്ടുള്ളതായിക്കോട്ടെ, നിങ്ങൾ പുറത്ത് പറയണ്ട, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കോഡ്. ആ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അത് എന്ത് കോഡാണെങ്കിലും ഉള്ളത്, എന്ത് നിങ്ങളുടെ ഇഷ്ടത്തിനൊരു കോഡ് സ്വീകരിക്കുക. ആ കോഡ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. അപ്പം അങ്ങനെ കോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പം ഈ മിനിക്ക് പെട്ടെന്ന് കിട്ടാൻ തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയില്ല. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു കോഡാണത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് തെറ്റായിട്ടാരും ചിന്തിക്കേണ്ട. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മുനിമാർക്കും ആണിത് മിനിക്ക് വേഷം നൽകുന്നത് കേട്ടോ. ആർക്കൊക്കെയാണ്? സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മുനിമാർക്കും. ഈ മുനിമാരിൽ ഒരാളാണ് നാരദ മുനി. അപ്പൊ അദ്ദേഹത്തിന് സാധാരണയായിട്ട് ഇതാണ് മിനിക്ക് വേഷം നൽകുന്നത്. നാരദ മുനിമാർക്ക് സാധാരണയായിട്ട് എപ്പോഴും നൽകുന്നതാണ് മിനിക്ക് വേഷം തന്നെയാണ്. ഇനി ബ്രാഹ്മണർ, സ്ത്രീകൾ, ഋഷിമാരൊക്കെയാണ് മിനിക്ക് വേഷം കിട്ടുന്നതിന് ഉദാഹരണം കേട്ടോ. ഇനി അടുത്താണ് താടി. പ്രധാനമായും 3 തരത്തിലുള്ള താടി വേഷങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് വെള്ളത്താടി, പിന്നെ എന്താണ്? ചുവന്ന താടി, കറുത്ത താടി. ഇങ്ങനെ 3 തരം താടികളാണുള്ളത്. എന്താണ്? വെള്ളത്താടി നോക്കാം. അതിമനുഷ്യരും സാത്വിക സ്വഭാവത്തോട് കൂടിയവരുമായ കഥാപാത്രം. അതായത് മനുഷ്യനൊക്കെ അതീതമായിട്ടുള്ള ശക്തിയുള്ളവര്, അവരെ സാത്വിക സ്വഭാവം, നല്ല സ്വഭാവം അല്ലെങ്കിൽ സാത്വിക സ്വഭാവമുള്ളവരായിരിക്കണം. അത് ഹനുമാൻ, നന്ദികേശൻ. ഈ ഹനുമാനാണ് വെള്ളത്താടി മെയിൻ ആയിട്ട് പറയുന്നത്. ഹനുമാൻ, നന്ദികേശൻ പോലുള്ളവരാണ് ഇത് വെള്ളത്താടി. അതായത് ഹനുമാനാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വെള്ളത്താടി പറയുന്നത്. ഇനി ചുവന്ന താടിയോ? ചുവന്ന താമസ സ്വഭാവികളായ കഥാപാത്രങ്ങൾ. അത് തമോ ഗുണമുള്ളവർ, അല്ലെങ്കിൽ ഈ തപസ് അനുഷ്ഠിക്കുന്നവര്, അങ്ങനെ അല്ലെങ്കിൽ ഇച്ചിരി ഇതായിട്ടുള്ളവര്. എന്നാൽ നെഗറ്റീവ് ക്യാരക്ടറും ഉണ്ടാവും, പോസിറ്റീവ്. അവര് ദുഷ്ടന്മാരും ആയിരിക്കും, എന്നാൽ കുറച്ച് നല്ലവരും ആയിരിക്കും. അങ്ങനെയുള്ളവര്. അതായത് ഈ കഥാപാത്രം പൂർണ്ണമായിട്ട് ദുഷ്ടന്മാരാണെന്നും പറയാൻ പറ്റില്ല, പൂർണ്ണമായിട്ട് നല്ലവരാണെന്നും പറയാൻ പറ്റൂല. ഇവർക്ക് എന്താ? തപോ ഗുണം ഉണ്ടാവും. തപോ എന്ന തപസ് അനുഷ്ഠിച്ച് അതിന്റെ ശക്തികളൊക്കെ ഉള്ളവർ, അങ്ങനെയുള്ള തപോ ഗുണങ്ങളുള്ളവരൊക്കെ ആയിരിക്കും. ഇനി മെയിനായിട്ട് ഉദാഹരണം നോക്കിയാൽ ബാലി, സുഗ്രീവൻ, ദുശാസനൻ, വിഭീഷണൻ. അതായത് സഹായികളായിട്ട്, വില്ലന്മാരുടെ സഹായികളായിട്ടോ അല്ലെങ്കിൽ വില്ലമ്മ സ്വഭാവം ഉള്ളവരൊക്കെ തന്നെ ആയിരിക്കും. മെയിനായിട്ട് തപോ ഗുണം ഉള്ളവർ. അങ്ങനെ ചിന്തിച്ചാൽ മതി. തപോ ഗുണം ഉള്ളവരൊക്കെയാണ് ഈ 4 ഉദാഹരണം മെയിനായിട്ട് വിളിക്കുന്നത്. ആരൊക്കെയാണ്? ബാലി, സുഗ്രീവൻ, ദുശാസനൻ, വിഭീഷണൻ. ഇനി കറുത്ത താടി. കറുത്ത താടിക്കാരാണ് ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക. അവരാണ് ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ വിഭാഗത്തിൽപ്പെടുന്ന പ്രധാനമായും കാണപ്പെടുന്ന ഒരു വേഷമേ കാണാറുള്ളൂ പരമാവധി. അതാണ് നളചരിത്രത്തിലെ കലിയില്ലേ. നളചരിത്രത്തിലെ കലിയുടെ വേഷമാണ് ഈ കറുത്ത താടിയിൽ പരമാവധി കാണാറുള്ളൂ. അല്ലാത്ത അങ്ങനെ അവതരിപ്പിച്ച് കാണാറില്ല. നളചരിത്രത്തിലെ കലിയാണ് ഇത് കറുത്ത താടിയിൽ കാണിക്കുന്നത്. ഇപ്പൊ ഏതൊക്കെയാണ്? 5 തരം. ഏതൊക്കെയാണ്? 5 എണ്ണം. ഒന്ന് പച്ച. അതെന്താണ്? സാത്വിക സ്വഭാവമാണ്. കത്തിയാണെങ്കിലോ ദുഷ്ട കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന വേഷം. കരിയാണെങ്കിൽ രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കാട്ടാളന്മാര്. മിനുക്കാണെങ്കിലോ സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ മുനിമാര്. പിന്നെ താടി. അത് പ്രധാനമായും 3 തരത്തിലുള്ള താടികൾ ഏതൊക്കെയാണ്? വെള്ളത്താടി, ചുവന്ന താടി, കറുത്ത താടി. ഇങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്. ഇനി നമ്മൾ പ്രശസ്തരായ കഥകളി കലാകാരന്മാര്, അവരെ കുറച്ച് പേരുകൾ പഠിച്ചു വെക്കുക കേട്ടോ. ഒന്ന് കലാമണ്ഡലം കൃഷ്ണൻ നായർ. എന്താണ്? കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം പത്മനാഭൻ നായർ, കലാമണ്ഡലം രാമൻകുട്ടി നായർ, കലാമണ്ഡലം ഗോപി. ഇവരാണ് മെയിൻ ആയിട്ടുള്ള 4 കലാമണ്ഡലത്തിൽ നിന്നുള്ളവര്. പിന്നെ അടുത്താണ് മാങ്കൊമ്പ് ശിവശങ്കരപ്പിള്ള, പിന്നെ മാങ്കുളം വിഷ്ണു നമ്പൂതിരി, കോട്ടക്കൽ ശിവരാമൻ, മടവൂർ വാസുദേവൻ നായർ, കുടമാളൂർ കരുണാകരൻ നായർ.
ഈ പേരുകളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. കാരണം വെച്ചാൽ ഈ പേരുകൾ മെയിനായിട്ട് ഓർത്ത് വെച്ചത്, കാരണം ഇവരൊക്കെ എന്തുമായി ബന്ധപ്പെട്ട്, അതായത് കഥകളിയിലെ താഴെ കൊടുത്തിരിക്കുന്ന കഥകളിയിലെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ കലാകാരന്മാർ ആരൊക്കെയാണ്, അങ്ങനെ ഇപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. കുറച്ച് പേരുകളാണ്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം മെയിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പേരുടെ പേര്, ഈ പേരൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ PDF ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ഇനി കഥകളി സംഗീതത്തിലെ പ്രശസ്തർ ആരൊക്കെയാണ്? കലാമണ്ഡലം ഹൈദരാലി, അതെല്ലാവർക്കും മിക്കവരും കേട്ടിട്ടുള്ളതാണ്. എന്ത്? കലാമണ്ഡലം ഹൈദരാലി. പിന്നെ കലാമണ്ഡലം നീലകണ്ഠൻ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണക്കുറുപ്പ്. ഇവരാണ് കഥകളി സംഗീതത്തിന്റെ പ്രശസ്തർ. അതിൽ കഥകളി സംഗീതത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന ആരാണ്? അത് കലാമണ്ഡലം ഹൈദരാലി തന്നെയാണ് കേട്ടോ. ഹൈദരാലി തന്നെയാണ് എന്ത്? കഥകളി സംഗീതത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത്. ഇനി കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥ എന്താണ്? ഓർത്താൽ വിസ്മയം എന്നാണ്. എന്ത്? കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥ എന്നറിയപ്പെടുന്നത് ഓർത്താൽ വിസ്മയം. അപ്പൊ ഇതും ഒന്ന് ഓർത്തിരിക്കുക. ഇനിയാണ് നമ്മൾ ഈ കഥകളി പൂർണ്ണമാണെങ്കിൽ നമ്മൾ എന്ത്, കഥകളിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത് കേരള കലാമണ്ഡലം. കഥകളിക്ക് വേണ്ടി തന്നെ അതിന്റെ ഉന്നമനത്തിന് വേണ്ടി തുടങ്ങിയാണ് കലാമണ്ഡലം. അപ്പൊ കലാമണ്ഡലത്തെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനിയിപ്പം ഇതിന് ശേഷം കുറെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഈ കേരളത്തിലെ ഈ സാംസ്കാരവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ കലാമണ്ഡലം പോലെ കേരളത്തിലെ ഒരുപാട് സ്ഥാപനങ്ങളെ പറ്റി, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കലാമണ്ഡലം ഇതിനും വിശദമായിട്ട് നമ്മൾ പഠിക്കും. ഇപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ നോക്കി നോക്കാം. 1930 മഹാകവി വള്ളത്തോൾ, വലിയ മുകുന്ദരാജ, മണക്കുളം വലിയ കുഞ്ഞുണ്ണി രാജ് എന്നിവർ ചേർന്നാണ് ഇത് കേരള കലാമണ്ഡലം രൂപീകരിച്ചത്. അതിൽ മെയിനായിട്ട് ആരാണ്? വള്ളത്തോളാണ് കേട്ടോ. അപ്പൊ ഇവര് 3 പേരും ചേർന്നിട്ടാണ് ഇത് കേരള കലാമണ്ഡലം രൂപീകരിച്ചത്. കഥകളിയുടെ പ്രചാരണം, കഥകളിയുടെ സംരക്ഷണം, കുറ്റമറ്റ അവതരണം തുടങ്ങിയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രചരണം, സംരക്ഷണം, കുറ്റമറ്റ അവതരണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് ലക്ഷ്യത്തോടെ സ്ഥാപനമാണ് കലാമണ്ഡലം എന്ന് പറയപ്പെടുന്നത്. ഇനി കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചെറുതുരുത്തിയുടെ, തൃശ്ശൂരിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. രാജ്യാന്തര കഥകളി കേന്ദ്ര സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡൽഹിയിലാണ്. ഇനി കഥകളി, കൂടിയാട്ട് എന്നിവയുടെ ഉന്നമനത്തിന് രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? മാർഗിയാണ് കേട്ടോ. ഏതാണ്? മാർഗി. കഥകളി, കൂടിയാട്ട് എന്നിവയ്ക്ക് വേണ്ടി ഉന്നമനത്തിന് രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? മാർഗിയാണ് കേട്ടോ. കഥകളിക്ക് വേണ്ടി മാത്രമാണെങ്കിലോ കലാമണ്ഡലം, അത് 1930 മഹാകവി വള്ളത്തോള്, വലിയ മുകുന്ദരാജ്, മണക്കുളം വലിയ കുഞ്ഞുണ്ണി രാജ്, ഇത്രയും പേര് ചേർന്നിട്ട് തുടങ്ങിയതാണ് എന്ത്? കലാമണ്ഡലം കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ കഥകളെ കുറിച്ച് കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഇതിനകത്തുള്ള ഏകദേശം എല്ലാം തന്നെ PYQ ക്വസ്റ്റ്യൻ ആണ് പറയും. കാരണം ഇത് പണ്ടോട്ടേ കഥകളെ കുറിച്ച് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇത്രയും ക്വസ്റ്റ്യനുകളാണ്. അപ്പം ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ കഥകളി ഒരുപാട് നമ്മൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഇത്രയെങ്കിലും കുറഞ്ഞത് പഠിച്ചിരിക്കുക. അപ്പം അടുത്ത ഒരു കലയായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.